ഹലോ, ഇന്ന് എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പഴഞ്ചുരുട്ടിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴമൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി തോലൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ നീളത്തിലങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ എല്ലാ പഴവും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം മിൽമയുടെ ഗീ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡിലെയും കളർ ചേഞ്ച് ആയി വരുമ്പോൾ പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഗീയും തേങ്ങ ചിരവിയതും മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് ഷുഗറും നട്ട്സും കിസ്മിസും കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വല്ലാതെ മൂപ്പിച്ചെടുക്കേണ്ട, ഈ ഒരു രൂപത്തിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി വാട്ടിയെടുത്ത പഴത്തിൻ്റെ മുകളിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് അങ്ങ് ചുരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പഴം ചുരുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ